greatest investment a parent can make is the time we spend effectively in praying for our child. Right from the time of conception till we are alive, we can always do this. Introducing Victorious Living Prayer app, which will guide you to pray effectively for our generation. എന്നെ രക്ഷിപ്പാനാ ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാ താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം ആദിവേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട് തൻ വഴികൾ സമ്പൂർണ്ണമല്ലോ ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് ഭീതിയില്ല ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ധന്യമേ ലോകജീവിതം ആയത്ര ധന്യമേ ലോകജീവിതം. Praise the Lord. Hallelujah. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്ത Amen. Hallelujah. സ്തോത്രമ്മ. ഞാൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച് എൻ്റെ നോട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു ഈ ദിവസങ്ങളെല്ലാം പഴയ നിയമത്തിൽ നിന്നാണ് പ്രസംഗിക്കുന്നത്.
When I was writing this note, my wife told me, you are always preaching from the Old Testament. കാരണം ഒരു വാക്ക് എവിടെയോ വെച്ച് കണ്ടു, ജോഷുവ എന്ന്. Because she saw something like Joshua. പക്ഷെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് പഴയ നിയമത്തിൽ നല്ല പ്രസംഗിക്കുന്നത്. ഞാൻ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28 മുതൽ 32-ാം വാക്യമാണ് ഞാൻ ഇന്ന് പകൽക്കാലം സ്തോത്രം ധ്യാനിക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന തിരുവചനം. But I want to speak from the book of Apostles, chapter 20, verses 28 to 32. ആ 28 മുതൽ 32-ാം വാക്യം കഴിഞ്ഞിട്ട് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ നമ്മൾ സഭയായിട്ട് ഒന്നിച്ചു വായിക്കും. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 20, 28 മുതൽ 32-ാം വാക്യം ഷാജി ബ്രദർ വായിച്ചു കഴിഞ്ഞിട്ട് എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങൾ ചേർന്ന് സഭയായിട്ട് നമുക്ക് വായിക്കാം. After book of Apostles is read, we as a church will read together Ephesians chapter 1, verses 1, 2 and 3. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരുടെ കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. 32-ാം വാക്യം വീണ്ടും വായിച്ചാട്ടെ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഇനി എഫെസ്യ ലേഖനം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. Let us all read together Ephesians chapter 1, verses 1, 2 and 3. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം എടുത്തു വെച്ച് ഒരു കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം ചേർന്ന് വായിച്ചാട്ടെ. This letter ദൈവത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമാർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 2-ാം വാക്യം. May God our Father and the Lord Jesus Christ give you grace and peace. ഒന്ന് മലയാളത്തിൽ വായിച്ചാൽ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. Praise the Lord. ഈ എഫെസ്യ ലേഖനം book of Ephesians പഴയ നിയമത്തിലെ ജോഷുവയുടെ പുസ്തകം പോലെ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഈ എഫെസ്യ ലേഖനം. This book of Ephesians is as important as the book of Joshua in the Old Testament. ജോഷുവയുടെ പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചല്ലോ. ഇസ്രായേൽ ജനങ്ങൾ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ കടന്നു വന്ന ആ ഒരു ചരിത്രം തരുന്ന പുസ്തകമാണ് ഈ ജോഷുവയുടെ പുസ്തകം. Last week elaborately we understood that in the book of Joshua we find how the children of Israel, when they were receiving the promised land, and how God worked among them. മരുഭൂമിയിൽ പട്ടുപോയ ഒരു തലമുറകൾക്ക് മുമ്പ് മരുഭൂമിയിൽ തന്നെ ജനിപ്പിച്ച ചില വിൽഡർനെസ് ബേബീസിനെ പറ്റി കഴിഞ്ഞ ആഴ്ച പഠിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിച്ചു. The Lord helped us to study about the wilderness babies who were born when they were in their journey in the wilderness. ഒരു തലമുറ സ്തോത്രം വിശ്വാസമില്ലാതെ സ്തോത്രം ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിച്ചവർ, ദൈവത്തിന്റെ ശബ്ദം കേട്ടവർ, യാത്രയിൽ ഉണ്ടായിരുന്നവർ, യാത്ര തിരിച്ച് ദൈവത്തിന്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിച്ചവർ സ്തോത്രം എത്തിച്ചേരാതെ മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ
മറ്റൊരു തലമുറ സ്തോത്രം കേട്ടുകേൾവിയ അപ്പന്മാർ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് വേണ്ടി ഒരു വാഗ്ദത്ത ദേശമുണ്ട് എന്ന് കേൾവി ഉണ്ടായിരുന്നെങ്കിലും അവരുടെ അകത്ത് സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. A generation who died in the wilderness without receiving the promised land, but a generation who grew up listening to their fathers, telling about the God and his ways, and they were the one who lived with faith. അവർ ശബ്ദം കേട്ടില്ല, പക്ഷെങ്കിൽ സ്തോത്രം അപ്പന്മാരിൽ നിന്ന് അവരുടെ മുൻ തലമുറകളിൽ നിന്ന് സ്തോത്രം അവർ കേട്ടു. ഇങ്ങനെ ദൈവം പറഞ്ഞു, ആ യാത്രയിലാ നമ്മൾ. They did not hear the voice of God, but they heard from their fathers the voice that we are on a journey which is sent by the Lord. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവചനത്തിൽ നിന്ന് വളർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം ചെയ്ത വഴികൾ പറയണം. അവരെ ദൈവ ആരാധനകൾ കൊണ്ടുവരുവാൻ തടസ്സപ്പെടുത്തരുത്. അവർ കടന്നു വരട്ടെ. കാരണം ഈ കേൾവി വിശ്വാസമാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. That's why I always tell that we should not stop our children from coming into the fellowship, into the church, listening to the word of God, because the word of God says that by hearing comes faith. സ്തോത്രം. ഇവർ കേൾക്കുന്നത് സ്തോത്രം വിശ്വാസമായി മാറിക്കൊണ്ടിരിക്കുക. നാളെ അവരും ഈ ലോകത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ കടന്നു പോകുമ്പോൾ സ്തോത്രം അവര് പറയും, സ്തോത്രം എന്റെ അപ്പന്റെ ദൈവം എന്നെ കൈവിടുകയില്ല. സ്തോത്രം എന്നെയും ഈ പ്രതിസന്ധിയിൽ കൂടെ നയിച്ചോളും നടത്തോളും എന്ന് അവർ വിശ്വസിക്കാം. Because the children who are listening to the word of God, it will change into faith, and they will say, the God who led my fathers is strong enough to lead me now. ജോഷുവയുടെ പുസ്തകം സ്തോത്രം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവരെ പറ്റിയുള്ള പുസ്തകമാണ്. അതുപോലെ തന്നെ എഫേസ്യ ലേഖനവും പ്രാപിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്. As the book of Joshua, it tells us it's a book which is for the people who want to receive something. So also the epistle of this Ephesians is the one which is for the people who want to receive from great things from the Lord. സ്തോത്രം. പ്രാപിക്കാനുള്ളവർ എവിടെ ഇരുന്നാലും സ്തോത്രം അവരെ ദൈവം ധാരാളമായി വേണ്ടിയത് അളവിൽ കൊടുക്കുവാൻ സമർത്ഥനായ ദൈവമാണ് നമ്മുടെ ദൈവം. One who is a seeker will always receive enough from the Lord. സ്തോത്രം. ഇന്ന് രാവിലെയും പ്രാപിക്കാൻ വന്നിട്ടുണ്ടോ? സ്തോത്രം എന്റെ ദൈവത്തിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. അവനെ നിറച്ചേ ദൈവം വിടുകയുള്ളൂ. അവന് വേണ്ടിയുള്ള വചനം ദൈവം തന്നിരിക്കും. ഒരു സംശയമില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. You have come with a thirst to seek the Lord and to receive from him, surely he will fill you. അങ്ങനെ ജോഷുവയുടെ പുസ്തകം സ്തോത്രം പ്രാപിക്കാൻ ആഗ്രഹമുള്ളവരെ പറ്റി മാത്രമല്ല സ്തോത്രം അത് കൊടുക്കുന്നതിന്റെ പുസ്തകമാണ്. ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഗിവിംഗ്. And the book of Joshua is not only a book for the people who want to receive, but it's also a book which talks about giving. ജോഷുവയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ദേശം കൈവശമായി കൊടുക്കാൻ പോവുകയാണ്. The book of Joshua says that I am going to give you a promised land. അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, സ്തോത്രം പൗലോസ് സ്തോത്രം ജീവന് ആവശ്യമായത് എല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന്. That's in the same way in Ephesians it is written that whatever is needed for your spirit, it is given here. എഫേസ്യ ലേഖനം സ്തോത്രം വിവാഹത്തെ പറ്റി സ്തോത്രം വിവാഹ ജീവിതം എന്താണെന്ന്, മാരേജ് എന്താണെന്ന് ഇത്രയും ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന മറ്റൊരു ലേഖനവും ഇല്ല. അതുപോലെ ഭംഗിയായിട്ട് സ്തോത്രം വിവാഹത്തെ ചിത്രീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ലേഖനം. This book of epistle, we see that is a book which tells lot and a clear direction of marriage, how it should be, and that is the word of God which is an encouragement for all of us. അങ്ങനെ ഇത് രണ്ട് പുസ്തകങ്ങൾ തമ്മിലുള്ള സ്തോത്രം സിമിലാരിറ്റീസ് എടുത്തു പറഞ്ഞാൽ വളരെയേറെ സിമിലാരിറ്റീസ് ഉള്ള രണ്ട് പുസ്തകങ്ങളാണ് ഈ ജോഷുവയുടെ പുസ്തകവും ഈ എഫേസ്യ ലേഖനവും. This book of Joshua and Ephesians, we can see that both the books have many similarities in it. സ്തോത്രം. എന്നാൽ ഞാൻ ഈ എഫേസ്യ ലേഖനം തുടങ്ങുന്നതിന് മുമ്പ് ഇതിന് സ്തോത്രം കാരണമായിരിക്കുന്ന ഒരു വചനമാണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്തോത്രം ഇഗ്നൈറ്റ് ചെയ്ത ഇതിനെ ഒന്ന് തീ കൊളുത്തിയ ഒരു വചനമാണ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ആ വാക്യങ്ങൾ.
What we read in Acts chapter 20 verses 28 to 32 is something which ignited what was given in the Ephesians. ആ 20-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. In chapter 20 we read like this. രാത്രിയും പകലും ആമേൻ സ്തോത്രം എന്റെ മനസ്സിൽ ഭാരമായ ഒരു വിഷയം. The Paul apostle is telling something which was a burden for him day and night. അതിന്റെ 28-ാം വാക്യം 20 verse 28. വായിച്ചാട്ടെ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആ. ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ ആമേൻ സ്തോത്രം തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പ്പാൻ തക്കോണം He പരിശുദ്ധ has bought with his blood, his own blood to lead the church. സ്തോത്രം വായിച്ചാട്ടെ. നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ സ്തോത്രം പൗലോസ് ആമേൻ സ്തോത്രം അന്ന് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആമേൻ സ്തോത്രം ഒരു ഉപദേശമാണ് അന്നത്തെ ലീഡേഴ്സിന്, അന്നത്തെ ഉപദേഷ്ടാമാർക്ക്, അന്നത്തെ മൂപ്പന്മാർക്ക് കൊടുക്കുകയാണ്. സ്തോത്രം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ കൂട്ടത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. Paul apostle is telling that the group which has been bought by the blood of Jesus Christ, it should be protected by the Holy Spirit, and that is given as a responsibility to the shepherds. എന്നാൽ അതിന്റെ 28-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. But verse 28, So guard yourself and God's people. നിങ്ങളെ തന്നെയും പിന്നെ ദൈവത്തിന്റെ ജനങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. keep watch over yourself and all the flock. ഞാൻ ഇങ്ങനെ വീണ്ടും വായിച്ചു. So guard yourself and God's people. നിങ്ങളെ തന്നെ സൂക്ഷിച്ച് നിങ്ങളെ കൂട്ടത്തെ സൂക്ഷിക്കുക. സ്തോത്രം അവിടെ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളുവീൻ. Keep watch over yourself. അതിനുശേഷം നിങ്ങളുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ സൂക്ഷിച്ചുകൊള്ളുവീൻ. And after that take care of the flock which is given into your hands. അത് വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യമേ കടന്നു വന്നത്, നമ്മൾ ഫ്ലൈറ്റിൽ കയറി പോകുമ്പോൾ സ്തോത്രം 1000 പ്രാവശ്യം പ്ലെയിനെ കയറിയാലും സ്തോത്രം ഒരു സഹോദരി മുമ്പേ നിൽക്കുന്നുണ്ട്, എയർ ഹോസ്റ്റസ്. When I was reading this word, I was reminded of a flight journey where there is a air hostess. Every time whenever we go, we see her. സ്തോത്രം എത്ര പ്രാവശ്യം പോയാലും ആമേൻ സ്തോത്രം ഈ സഹോദരി അവിടെ നിന്നുകൊണ്ട് ആമേൻ സ്തോത്രം ചില കാര്യങ്ങൾ വിളിച്ചു പറയും. How many ever times you have gone, every time this air hostess will be in front of you and she will show certain things. അവർ നിന്നുകൊണ്ട് ബെൽറ്റ് എങ്ങനെ ഇടുന്നെന്ന് കാണിച്ചു തരും. She will show how to put the belt. അതിനുശേഷം സ്തോത്രം പറയും ആമേൻ ഏതേലും കാരണവശാൽ ഈ ക്യാബിന്റെ ഓക്സിജൻ പ്രഷർ കുറഞ്ഞു പോയാൽ, After that she will say, if the pressure of oxygen reduces here, നിങ്ങൾ ഇതിൽ നിന്ന് താഴോട്ട് വരുന്ന ഈ ഓക്സിജന്റെ മാസ്ക്, then she will say you should pull the oxygen mask which is above you. ആമേൻ സ്തോത്രം നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുഞ്ഞിന്റെ മേൽ ആദ്യമായിട്ട് കെട്ടിട്ട് പിന്നെ നിങ്ങളുടെ മേൽ കെട്ടണം എന്നാണോ പറയുന്നത്? She will always tell, first put it on your child and then put for yourself. അങ്ങനെയാണോ പറയുന്നത്? അങ്ങനല്ല പറയുന്നത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം ആ ഓക്സിജൻ മാസ്ക് വരുമ്പോൾ നിങ്ങൾ അത് കെട്ടിയിട്ട് വേണം നിങ്ങളുടെ അടുത്തുള്ള ആൾക്ക് വേണ്ടി ആമേൻ കെട്ടാൻ സഹായിക്കേണ്ടത്. But she will not tell like how it was told before, but she will say that put the mask first and then put to the person who is next to you. ഞാൻ പലപ്പോഴും അവർ പറയുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഏത് അമ്മയാണേലും സ്തോത്രം കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിച്ചിട്ടല്ല ആമേൻ സ്തോത്രം അമ്മയുടെ കാര്യം ശ്രദ്ധിക്കാറുള്ളൂ. പിന്നെന്താ ഈ എയർലൈൻസുകാര് ആമേൻ സ്തോത്രം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? Many times I have thought in any situation a mother will always try to protect her child first and then herself. ആമേൻ സ്തോത്രം അതിന് കാരണമുണ്ട്. ആമേൻ സ്തോത്രം കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്താൽ ആമേൻ സ്തോത്രം നമ്മൾ ആമേൻ കുഞ്ഞ് നമുക്ക് വേണ്ടി ഇത്രയ്ക്കിത്രേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ആമേൻ സ്തോത്രം ഞാൻ ശേഷിച്ചിരുന്നാൽ മാത്രമേ കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ. That is because whatever if we save a child
and the child will not be able to do as much as a mother can do that. That's why a mother should be in safety before she gives safety to her child. സ്തോത്രം. ചിന്തിച്ചു നോക്കിക്കേ, 3 വയസ്സുള്ള കുഞ്ഞിന് ഓക്സിജൻ മാസ്ക് ഇട്ടു, അമ്മ കടന്ന് വലിച്ചോണ്ടിരിക്കുക. ഈ 3 വയസ്സുള്ള കുഞ്ഞ് സീറ്റിന്റെ മേളിൽ കയറി ഇതെടുത്ത് ഏതായാലും അമ്മയുടെ മുഖത്തോട്ട് ഇടാനുള്ള ബലം കാണത്തില്ല, പ്രാപ്തി കാണുകയില്ല. അതുകൊണ്ട് അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞ് ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങളെ തന്നെ മൂപ്പന്മാരെ, സ്തോത്രം, സഭാ നേതാക്കന്മാരെ, നിങ്ങളെ തന്നെ ആദ്യമേ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ സഭയുള്ളൂ. Hallelujah. As the mother has to be in safety first and then her child, that's why Paul Apostle says that keep yourself first. Elders of the church, keep yourself first and then the sheep which are there in the സ്തോത്രം. church. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, protect yourself. Amen. സ്തോത്രം. മൂപ്പന്മാരോട് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം, കാരണം നിങ്ങൾ നിലനിൽക്കുന്നത് അത്യാവശ്യമാ. നിങ്ങളെ നോക്കി ഒരു കൂട്ടം ജനങ്ങളുണ്ട്. സ്തോത്രം. അവരുടെ കണ്ണുകളെല്ലാം നിങ്ങളുടെ മേല. നിങ്ങളില്ല എങ്കിൽ സ്തോത്രം, ഇവര് സ്തോത്രം ഓക്സിജൻ ഇല്ലാതെ പോകും. ഇവരധികം ദൂരം പോകുകയില്ല. ഇവര് വീണ് തകരത്തേ ഉള്ളൂ. The Holy Spirit is reminding us that elders of the church, there is a group of people who are looking at you. So keep yourself and then protect the others who are under you. ഇത് പറഞ്ഞിട്ട് പൗലോസ് അടുത്തൊരു വിഷയത്തിലേക്ക് കടന്നു വരുന്നു. After that, Paul Apostle is coming to another subject. സ്തോത്രം. സഭയ്ക്ക് വരാൻ സാധ്യതയുള്ള 2 വിധമായ സ്തോത്രം പ്രതിസന്ധികളാ. ഒന്ന് സ്തോത്രം, വെളിയിൽ നിന്ന് കടന്നു വരാനുള്ള പ്രതിസന്ധി. After that, Paul Apostle is telling about 2 different situations or problem which can arise in a church. First is external. സ്തോത്രം. വെളിയിൽ നിന്ന് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട് സഭയ്ക്ക്. അതുകൊണ്ട് മൂപ്പന്മാരെ, നിങ്ങൾ ഒരു ഡിഫൻസ് സിസ്റ്റം സഭയ്ക്ക് ചുറ്റും സ്തോത്രം നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യണം. Therefore, elders, you should make a defensive system within the church to protect the church. സ്തോത്രം. ഇതിന്റെ അകത്ത് സ്തോത്രം ഒരു മറ്റ് ഉപദേശമുള്ള വ്യക്തി കടന്നു വരാതിരിക്കുവാൻ തക്കോണം സ്തോത്രം മൂപ്പന്മാരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. ഇതിന് ചുറ്റും ഒരു ഡിഫൻസ് സിസ്റ്റം, ഒരു വേലി അടിച്ച് നിങ്ങൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് എഴുതിയിരിക്കുന്നത്. To avoid any other kind of doctrine entering into the church, elders, you should take care that you make a protective wall for the believers inside. അതുകൊണ്ടാണ് സ്തോത്രം ആരാണ് കടന്നു വരുന്നത് എന്ന് സ്തോത്രം മൂപ്പന്മാർ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. കാരണം കടന്നു വന്നു കഴിഞ്ഞാൽ നശിപ്പിക്കാൻ ഒരു നിമിഷം എടുക്കുകയുള്ളൂ. അതിനെക്കാട്ടിലും അനുഗ്രഹമാണ് ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ, ഒരു വേലി ഉണ്ടെങ്കിൽ സ്തോത്രം സൂക്ഷിച്ചുകൊള്ളും. ഇതിനകത്ത് കടന്നു വരുന്നവർ ഇങ്ങനത്തെ ഉള്ളവരെ കടന്നു വരികയുള്ളൂ. Amen. That's why it's very easy to destroy something which has been built up. Therefore, elders take care that we have a protective wall and see who is entering inside. 29 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സ്തോത്രം. ആ ഫാൾസ് ടീച്ചേഴ്സ് കടന്നു വരാൻ സാധ്യതയുള്ളപ്പോൾ തന്നെ 31 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു സ്തോത്രം. ഇതിന്റെ അകത്തിൽ നിന്ന് കടന്നു വരാനുള്ള മറ്റൊരു അറ്റാക്ക് ഉണ്ട്, ഇന്റർണൽ അറ്റാക്ക്. There is another attack which can come on a church which is from the inside of the church. സ്തോത്രം. അകത്ത് നിന്ന് കടന്നു വരാൻ സാധ്യതയുള്ള എതിർപ്പുകൾ, the attacks which can come from inside of the church. സ്തോത്രം. പൗലോസ് പറയാണ്, വെളിയിൽ നിന്ന് കടന്നു വരാനുള്ളതിന് ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കാം. പക്ഷെങ്കിൽ സ്തോത്രം അകത്ത് നിന്ന് ഒരു ലെവൽ ഓഫ്, ഒരു ലെയർ ഓഫ് എതിർപ്പുകൾ, അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞാൽ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന വിഷയം അത് മാത്രമേ ഉള്ളൂ. കാരണം ഇന്നലെ വരെ നിന്റെ കൂടെ ഇരുന്ന് അപ്പം നുറുക്കിയവരാ, ഇന്നലെ വരെ നിന്റെ കൂടെ നിന്ന് ചിരിച്ചവരാ, നിന്റെ കൂടെ കൈ കൊടുത്തവരാ സ്തോത്രം, അവർ നിനക്ക് വിരോധമായി മാറിയാൽ നിന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ തകർക്കുന്ന വിഷയം അത് മാത്രമാണ്. Paul Apostle is telling that if the attack is from outside, you have a defensive wall. But if the attack is from inside, it is very difficult to take up the problem or to understand the attack, because from whom the attack has come were those who were with you in great love with you, who were along with you when you took the Lord's Supper. But then to have an understanding of what is the problem, it will be a great difficult situation. സ്തോത്രം. എനിക്കൊരു സംശയം, ഞാൻ ഇത്ര ഇംഗ്ലീഷ് മലയാളത്തിൽ പറഞ്ഞായിരുന്നു എന്താ സ്തോത്രം. 32 വാക്യത്തിൽ in verse 32 സ്തോത്രം പൗലോസ് പറയാണ്,
Paul Apostle says, ആമേൻ സ്തോത്രം, അതിനു വേണ്ടി ഞാൻ 3 വർഷമായിട്ട് ആമേൻ സ്തോത്രം കലക്കി കരഞ്ഞോണ്ടിരുന്നു ഈ ഒരു വിഷയത്തിന് വേണ്ടി. Paul Apostle says that for that one situation, for 3 years, I never stopped warming each of you or being in trouble or being in pain for you. സ്തോത്രം, 3 വർഷം ഈ ഒരു വിഷയത്തിൽ കർത്താവേ സഭയെ എക്സ്റ്റേണൽ അറ്റാക്കിൽ നിന്നും ഇന്റർണൽ അറ്റാക്കിൽ നിന്നും നീ സൂക്ഷിച്ചുകൊള്ളണമേ എന്നുള്ള ഒറ്റ ആഗ്രഹത്തോട് സ്തോത്രം ആമേൻ പൗലോസ് കരഞ്ഞു എന്നാണ് ഈ ആമേൻ 32-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. In verse 32 we read that Paul Apostle had been in tears for 3 years so that God will protect the church from outside attack and the inside attack. സ്തോത്രം, 3 വർഷം പൗലോസ് കരഞ്ഞു. 3 years Paul Apostle cried. സ്തോത്രം, ഒരു വിഷയത്തിന് വേണ്ടി ഒരു വർഷം ഒരാൾ കരയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. If someone is crying for 1 year, we can understand that. 2 വർഷം കരഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ For പറ്റും. 2 years, if someone cries, we can understand. 3 വർഷങ്ങളിൽ ഒരു വിഷയത്തിന് വേണ്ടി ഒരാൾ കരഞ്ഞാൽ ആമേൻ സ്തോത്രം, സാമാന്യ ബുദ്ധിയുള്ള വ്യക്തികൾ ചിന്തിക്കും ആ മനുഷ്യൻ എപ്പോഴും കരച്ചിലേ ഉള്ളൂ എന്ന്. But if the 3rd year also the person continues crying for the same thing, the others will tell that he has no other job other than crying. ആ വ്യക്തിയുടെ മെന്റൽ സ്റ്റെബിലിറ്റിയെ നമ്മൾ ചോദ്യം ചെയ്യും. We will question the mental stability of the person. പക്ഷെങ്കിൽ പൗലോസ് ആമേൻ സ്തോത്രം തീർച്ചയായിട്ടും ആമേൻ നമുക്ക് പറയാം ഒരു വിധത്തിലും അൺസ്റ്റേബിൾ ആയിട്ടുള്ള വ്യക്തിത്വം അല്ലായിരുന്നു. But we know very clearly that Paul Apostle was a very stable person. ആമേൻ സ്തോത്രം, ബുദ്ധിപരമായ ആമേൻ അറിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠ ലെവലിൽ ദൈവം മാനിച്ച് അനുഗ്രഹിച്ച ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പൗല്. If we look among the disciples, we can see that Apostle Paul was a person who had much experience and came up as an apostle. സ്തോത്രം, ജ്ഞാനത്തിൽ അവൻ ആമേൻ സ്തോത്രം സാധാരണക്കാരിൽ തന്നെ ആമേൻ സ്തോത്രം ഉയർന്ന ലെവലായിരുന്നു. He was higher in his wisdom. ആമേൻ സ്തോത്രം പഠിപ്പിൽ സാധാരണക്കാരെക്കാട്ടിലും ഉയർന്ന In ലെവലായിരുന്നു. his learning he was high. ആമേൻ സ്തോത്രം, ദൈവം കൊടുത്തിരിക്കുന്ന ആമേൻ അഭിഷേകത്തിൽ ആമേൻ സാധാരണക്കാരെക്കാട്ടിലും കൂടുതൽ ഉയർന്ന ലെവലിൽ ഉണ്ടായിരുന്നു. In the filling of the spirit he was in a higher level. ആമേൻ സ്തോത്രം, സാൻഹെഡ്രിനിലൊക്കെ ആമേൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു ആമേൻ പൗലോസിന്റെ ജീവിതം. He was a very respectful person. ആമേൻ സ്തോത്രം, അവരുടെ കൗൺസിലുകളിൽ ആമേൻ സ്തോത്രം പൗലോസിന്റെ ഒരു വാക്ക് എഴുന്നേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. അതുപോലത്തെ ഒരു സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പൗലോസ്. In the Sanhedrin, if Paul Apostle stands and speaks a word, everybody will look at him. ആ പൗലോസ് തന്നെ ആമേൻ സ്തോത്രം തന്നെ ആമേൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പദമുണ്ട്. നമുക്കറിയാം തിരുവചനത്തിൽ ഞാൻ ആമേൻ സ്തോത്രം ജൂയും ആമേൻ ഹെബ്രായർക്ക് ഞാൻ ഹെബ്രായനുമാണ് എന്ന്. That's why Paul Apostle introduced himself and says that to the Jew I am a Jew and to the Hebrew I am an Hebrew. സ്തോത്രം, ഇങ്ങനെ ഉയർന്ന ആമേൻ പല തലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രസംഗത്തിന് ചിലപ്പോൾ ആമേൻ എല്ലാവരെക്കാട്ടിലും അത്രയൊക്കെ കഴിവുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. He was great in all level, but I doubt a little if he was a good orator or a good preacher. സ്തോത്രം, പ്രസംഗത്തിന്റെ കാര്യത്തിൽ ആമേൻ സ്തോത്രം അന്ന് ഒരു തെരഞ്ഞെടുപ്പിന്റെ ആവശ്യം വന്നപ്പോൾ അവർ പത്രോസിന്റെ പേരാ ആമേൻ സ്തോത്രം ആ കൂട്ടത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. കാരണം അവന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് എത്ര പേരാ ആമേൻ സ്തോത്രം 3000 പേരാ. Amen. Stotram. When there was a call to who will preach, Peter was selected, and in his one preaching 3000 people came to the Lord. സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു പത്രോസ് ആമേൻ സ്തോത്രം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആമേൻ സ്തോത്രം ആ ഡയലോഗും ആ ഒരു സ്റ്റൈലിലൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ സ്തോത്ര ജനങ്ങൾ കരങ്ങളടിച്ച് വചനത്തെ സ്വീകരിച്ച് അന്യഭാഷയിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് സ്തോത്രം ആമേൻ അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പൗലോസിനെ പറ്റി ഒരു പക്ഷെ അങ്ങനെ നടക്കത്തില്ല. If today disciple Peter comes, Apostle Peter comes and preaches, the people will respond with claps and praises to God. But if Paul Apostle comes, I don't know what the reaction would be. സ്തോത്രം, ഞാൻ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. കാരണം ഒരിക്കൽ പൗലോസ് നിന്ന് പ്രസംഗിച്ചപ്പോൾ തിരുവചനം പറയുന്നു ഒരു വ്യക്തി മേളിൽ നിന്ന് താഴെ വീണ് കഴുത്ത് ഉളുക്കിയെന്ന്, പെടലി ഒടിച്ചെന്ന്. സ്തോത്രം.
I'm telling this because in the Bible we read that a man who was listening to the preaching, he fell down, he had something on his shoulder and he was almost dead. സ്തോത്രം ആ വ്യക്തിയെ ആമേൻ സ്തോത്രം ആ പ്രസംഗത്തിന്റെ പ്രാസംഗികത്തിന്റെ മിടുക്ക് കാരണമാണോ എന്തോ ആമേൻ സ്തോത്രം നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ട് വന്നോണ്ടാണോ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി താഴെ വീണു അവൻ പെടലി ഉളുക്കി. പക്ഷെ വേറൊരു കാര്യം പറയാം, സ്തോത്രം അവൻ വീണ് എന്നറിഞ്ഞപ്പോൾ സ്തോത്രം പൗലോസ് ഓടി താഴെ ചെന്നു അവന്റെ കഴുത്ത് ശരിയാക്കാനുള്ള അഭിഷേകവും ദൈവം പൗലോസിന് കൊടുത്തിരുന്നു. Amen. But in the word of God we read that when that man fell down, Paul didn't leave him, he ran to that person. സ്തോത്രം ഇന്ന് രാവിലെ ആരെങ്കിലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, എന്റെ ദൈവം പ്രൈസ് ദി ലോർഡ് ദേവാലയത്തിൽ വന്ന് വീണോണ്ട് സ്തോത്രം നിനക്ക് രോഗസൗഖ്യം തരാൻ ശക്തനായ ദൈവമാ. But today if somebody falls down, I can tell you with strong faith that God is strong enough to give you the healing. ഞാൻ മുമ്പോട്ട് പോകട്ടെ. സ്തോത്രം അഭിഷേകത്തിലും ഉയർന്ന നിലയിൽ ഉണ്ടായിരുന്ന പൗലോസ്, A man who was above in his filling of the Holy Spirit. സ്തോത്രം പ്രസംഗത്തിന് അത്രയും കഴിവില്ലായിരുന്നെങ്കിലും പൗലോസിനുണ്ടായിരുന്ന കഴിവ് പേനയിൽ കൂടായിരുന്നു. If he is not a good preacher, but he had a good anointment. സ്തോത്രം ഈ പേനയിൽ കൂടായിരുന്നു സ്തോത്രം പൗലോസിന്റെ ആമേൻ സ്തോത്രം ദൈവം കൊടുത്തിരുന്ന അഭിഷേകം ആമേൻ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. His anointment was through the writing which he had. സ്തോത്രം അതുകൊണ്ടാണ് ദൈവം തമ്പുരാന് അവനെ കൂടുതൽ സമയം കാരാഗ്രഹത്തിൽ ഇട്ടത്. കാരണം ആമേൻ സ്തോത്രം പ്രസംഗിച്ച് ആമേൻ ജനങ്ങൾക്ക് അനുഗ്രഹം വരുന്നതിനെക്കാട്ടിലും കൂടുതൽ കാരാഗ്രഹത്തിൽ ഇരുന്നപ്പോൾ ആമേൻ ഇരിക്കുമ്പോൾ പൗലോസ് എഴുതി വേണ്ടിയതെല്ലാം സ്തോത്രം അവൻ സഭയ്ക്ക് കൊടുക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാം. That's what I believe that Paul Apostle was more of his time in the prison so that the Holy Spirit would allow him to write and write, which would be a more blessing to the സ്തോത്രം people. ഇനിയാണ് ഞാൻ പ്രസംഗത്തിലോട്ട് കടന്നു വരുന്നത്. സ്തോത്രം അതുകൊണ്ട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. If God is keeping you in a certain situation, ദൈവം നിന്നെ അവൻ സ്തോത്രം അവൻ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യേക ജീവിത അവസ്ഥയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ വെച്ച് ദൈവം അവൻ സ്തോത്രം നിന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് തുടർന്ന കാലഘട്ടങ്ങളിൽ ആ ഒരു ജീവിത യാത്രയിൽ നീ തുടരാനുള്ള കാരണം. That's why I want to again tell you that if you are going under a situation which is again and again the same, God is using that situation for a greater blessing. സ്തോത്രം നിന്നെ ആമേൻ രോഗിയാക്കിയിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ദൈവത്തിന് അറിയാം ആ സമയത്ത് നീ അനുഭവിക്കും ദൈവത്തിന്റെ ആമേൻ രോഗസൗഖ്യത്തിന്റെ ശക്തി എന്താണ്, ആമേൻ സ്തോത്രം അവന്റെ കൃപയുടെ ശക്തി എന്താണ്. ആമേൻ സ്തോത്രം ആ അവസ്ഥയിൽ നീ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ സ്തോത്രം രോഗികൾക്ക് വേണ്ടിയതെല്ലാം ദൈവം നിന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. If you are frequently sick, you will be experiencing the healing hand of God, and God is teaching you how God is a healer. സ്തോത്രം നിന്നെ കൂടുതൽ സമയം ദൈവം കടത്തിക്കൊണ്ട് പോയിരിക്കുന്ന സിറ്റുവേഷൻ ആമേൻ സ്തോത്രം നീ ഒന്ന് ശ്രദ്ധിക്കണം. അതിൽ നിന്ന് വെളിവരുവാൻ നീ പ്രാർത്ഥിക്കരുത്. കാരണം സ്തോത്രം അതിന്റെ പുറയിൽ ദൈവത്തിന് ചില പ്ലാൻ ഉണ്ട്, ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Just recollect what are the situation which is again and again coming into your life. Let us not pray that God will just take me out of it, but ask God what is he teaching me through this. സ്തോത്രം എന്താ കർത്താവേ ഇത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നു വരാനുള്ള കാരണം? Why God again and again this is happening? ആമേൻ ഈ തുടർന്ന് കടന്നു വരുന്ന ജീവിതാവസ്ഥ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? What is God teaching me through a situation which is happening again in my life? സ്തോത്രം എന്താ കർത്താവേ സ്തോത്രം ഈ ദിവസങ്ങളിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ദൈവത്തോട് ചോദിച്ചാട്ടെ. കാരണം ഈ ഒരു പ്രത്യേക ജീവിത ആമേൻ സ്തോത്രം സമയത്തിൽ നിനക്ക് ദൈവത്തിന് നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. I mean, ask God, what should I do, Lord, that in the situation which is coming again into my life? സ്തോത്രം അതായിരുന്നു പൗലോസിന്റെ ജീവിതം. That was the life of Paul. ആമേൻ ഒരിക്കലും നിരാശപ്പെട്ടില്ല. എന്നാൽ പേന എടുത്ത് എഴുതാൻ തുടങ്ങുമ്പോൾ ആമേൻ സ്തോത്രം നോക്കണം, അവൻ റോമിൽ നിന്നാലും അവൻ എഫേഷ്യയിൽ നിന്നാലും സ്തോത്രം ഏത് കാരാഗ്രഹത്തിൽ ഇരുന്നാലും സ്തോത്രം സഭയിൽ നടക്കുന്നത് അവൻ അറിയാമായിരുന്നു. If you look at the life of Paul, he was never depressed, he was never sad about his situation. Whichever prison he was, he knew the condition of the church
in which prison he was there. സ്തോത്രം. സഭയിൽ നടക്കുന്നത് കാരാഗ്രഹത്തിലുള്ള പൗലോസിന് എങ്ങനെ അറിയാം? How does a Paul know who is in prison what is happening in the church outside? സ്തോത്രം. കാരണം ലേഖനങ്ങൾ എഴുതിയതെല്ലാം സഭയ്ക്ക് വേണ്ടിയുള്ള ദൂത, പക്ഷെ എഴുതിയതെല്ലാം കാരാഗ്രഹത്തിലാ. Because we know that whatever he wrote was for the church, but he was inside the prison. സ്തോത്രം. മൂപ്പന്മാരെ എന്ന് വിളിച്ചല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ. സ്തോത്രം. ആ മൂപ്പന്മാർക്ക് ആമേൻ സ്തോത്രം ആമേൻ സഭയുടെ അകത്ത് വന്ന് നിൽക്കണമെന്നില്ല, മൊബൈൽ എടുത്ത് വിളിക്കണമെന്നില്ല. ആമേൻ സ്തോത്രം. അവൻ എവിടെയാണേലും ആമേൻ സ്തോത്രം ഈ സഭയും ആ മൂപ്പന്മാരുമായിട്ടുള്ള സ്തോത്രം ഒരു അംബ്ലിക്കൽ കോഡ് കണക്ഷൻ ഉണ്ട് കേട്ടോ. Hallelujah. When in the Apostle Paul we read about elders, the Apostle Paul was not calling them over the phone and telling them, but there was a connection like an umbilical cord which is between a mother and a child. സ്തോത്രം. ജയിൽ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ സഭയിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം എഴുതാൻ തുടങ്ങി. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, സ്തോത്രം. ആ ഒരു ബന്ധമാണ് ദൈവദാസന്മാരും മൂപ്പന്മാരും പ്രൈസ് ദി ലോർഡ് ദൈവം സഭയ്ക്കുമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് സ്തോത്രം ചെയ്താട്ടെ. This is the relation which God has given with the shepherd of the church and the elders. They should have the spiritual connection with the others in the church. ആ കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ സ്തോത്രം ആമേൻ തളർച്ചയുള്ള ആത്മാക്കളുണ്ട് കടന്നുണ്ട്. ആമേൻ മനസ്സിലാക്കിയ പൗലോസ് വിളിച്ചു പറയുക, എഴുതി കൊടുക്കുക സ്തോത്രം. എന്നെ ബലപ്പെടുത്തുന്ന ക്രിസ്തുവിനെ കൊണ്ട് എനിക്ക് സകലവും ചെയ്യാൻ ബലമുണ്ട്. I can do all things through Christ who strengthens me. The Paul apostle who had this anointment within himself knew what was happening in the church, and he gave the words that I can do all things through Christ Jesus who strengthens me. സ്തോത്രം. ജനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തെ പറ്റി കുറ്റബോധം ഇങ്ങനെ പ്രിക്കെയ്യുമെന്ന് അറിഞ്ഞ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ് സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് പിന്നെ സ്തോത്രം ന്യായവിധി. That's why Paul apostle who is in the prison is telling that those who have known, those who have experienced the salvation of God, they will not stand before the judgment. പൗലോസ് മനസ്സിലായി സ്തോത്രം. ജനങ്ങൾക്ക് ആവശ്യങ്ങളെ പറ്റി ഭാരമുണ്ട്. എങ്ങനെ എന്റെ നാളെ ആകും, എങ്ങനെ എന്റെ ഭാരം അമ്മ കുഞ്ഞുങ്ങളെ പറ്റി എന്തായി തീരുമെന്ന് ഭാരപ്പെടുന്നവർ അവയുണ്ട്. അതുകൊണ്ട് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, My God shall supply all your needs according to his glory. Amen. Paul apostle who through his anointment understood what the church members are going through. He knew the pain that they were undergoing. So Paul apostle says that I know my God shall supply all your needs according to his riches in glory. ഈ പൗലോസ് മൂന്നാം സ്വർഗ്ഗത്തോളം എത്തിയ ആമേൻ സ്തോത്രം ഈ കർത്താവിന്റെ ദാസൻ. He was taken up to the third heaven. ആമേൻ സ്തോത്രം. സഭയ്ക്ക് വേണ്ടിയ സകല ഉപദേശങ്ങളും കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ ദാസൻ. This the man of God who was given all the doctrines, all the understanding which a church should have. ആമേൻ സ്തോത്രം. തിരുവചനം പറയുന്നു 3 വർഷം ഞാൻ കരഞ്ഞു. This great man of God cried for 3 years. സ്തോത്രം. ആ അധ്യായം ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പൗലോസ്, ഞാൻ 3 വർഷങ്ങൾ കരഞ്ഞ വിഷയമുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രൈസ് ദി ലോർഡ്, ഞാൻ കരഞ്ഞ വിഷയങ്ങൾ, ഞാൻ കരഞ്ഞ കാലം ആമേൻ സ്തോത്രം ഇനി നിർത്താൻ പോകുകയാ. And if you read the word of God, it clearly says that he cried for 3 years and he's coming into a decision, I'm going to stop crying. Praise the Lord. ഞാൻ കരച്ചിലിന്റെ കാലത്തെ നിർത്താൻ പോകുകയാ. I'm going to stop the days of tears. ആമേൻ സ്തോത്രം. ഇന്ന് രാവിലെ പ്രവചനാത്മാവിലും സഭയോടുള്ള ദൂത് ഇത് തന്നെയാണ്. ആമേൻ സ്തോത്രം. നിരാശയുടെയും കരച്ചിലിന്റെയും ദിവസങ്ങൾ ദൈവം നിർത്താൻ പോകുകയാ. And today as a prophetical word, I'm telling that people and the church, our days of crying has to be stopped. സ്തോത്രം. നമ്മുടെ കരച്ചിലിന്റെ കാലത്തെ ദൈവം മാറ്റി ആമേൻ സ്തോത്രം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങൾ ദൈവം തരാൻ സമർത്ഥിയായ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. Those who believe that God has going to put a stop to our days of tears and going to give a days of reaping. സ്തോത്രം. കരഞ്ഞതിന്റെ ആമേൻ സ്തോത്രം ഒരു അവസാനത്തിന്റെ കാലഘട്ടം. An end of the time of tears. രാവിലെ ആമേൻ സ്തോത്രം കരങ്ങൾ ഉയർത്തി പറഞ്ഞോട്ടെ സ്തോത്രം ഞാൻ നിർത്താൻ പോകുകയാ.
Just raise your hand and say, I'm going to stop the days of ഞാൻ tears. നിർത്താൻ പോകുകയാ. Hallelujah. വിളിച്ചു പറഞ്ഞാട്ടെ, വിശ്വാസത്തോട് വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ നിർത്താൻ പോകുകയാ. Faith say, I'm going to put a stop to ഞാൻ my ഒത്തിരി days of കരഞ്ഞു, ഞാൻ tears. ഒത്തിരി കരഞ്ഞു, I have cried a lot. ഞാൻ ഒത്തിരി നിന്ദിക്കപ്പെട്ടു, I'm ashamed. I have ഒത്തിരി been തള്ളൽ shameful. ഞാൻ ഏറ്റു. I have been pushed back by ഇന്ന് others. രാവിലെ വിശ്വാസമുള്ളവർ വിളിച്ചു പറഞ്ഞാട്ടെ, പൗലോസ് വിളിച്ചു പറഞ്ഞ പോലെ, I am going to stop it, I am going to stop it. Yes, like Paul who said, just say with faith, God, I am going to stop my days of tears. ആമേൻ, സ്തോത്രം. ഞാൻ അത് നിർത്താൻ പോകുകയാ. കാരണം Put a stop into it. പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. Because Paul says, അതിന്റെ 32-ാം വാക്യം 32. വായിച്ചാട്ടെ. നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും നിങ്ങൾക്ക് ആത്മീയ വർധനം വരുത്തുവാൻ സകല വിശുദ്ധന്മാരോടും കൂടെ ആ. അവകാശം തരുവാനും കഴിയുന്ന ആ. ദൈവത്തിലും ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ആ. ഞാനിപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. സ്തോത്രം. നിർത്താനുള്ള കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ഞാൻ അത് എന്റെ മേൽ എടുത്തുകൊണ്ടിരുന്നു. Why Paul stopped crying is because he was carrying all the burden on himself. പൗലോസ് ആമേൻ സ്തോത്രം ഇതുവരെ ഉണ്ടായിരുന്ന വിഷയങ്ങൾ ആമേൻ സ്തോത്രം അവന്റെ മേൽ എടുത്തുകൊണ്ടിരുന്നു. പൗലോസ് പറയാണ്, ഞാൻ നിർത്തി കേട്ടോ. ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തെ ഇന്ന് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആമേൻ സ്തോത്രം കൃപയിലും. വായിച്ചാട്ടെ വീണ്ടും. Let's read that word again. നിങ്ങൾക്ക് ആത്മിക വർധന വരുത്തുവാനും Which can build you up in സകല വിശുദ്ധന്മാരോടും കൂടെ സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാനും അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും അവന്റെ ഗ്രേസ് വചനത്തിന്റെ കൃപയിലും ആമേൻ സ്തോത്രം ഞാൻ നിങ്ങളുടെ വിഷയങ്ങളെ പരമേൽപ്പിക്കുക. I am committing my burden into the hands of the word of the grace. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഞാൻ ഇതുവരെയും ചുമന്നുകൊണ്ടിരുന്ന വിഷയങ്ങൾ, നിങ്ങൾ ചുമന്നുകൊണ്ടിരുന്ന ഓരോ വിഷയങ്ങൾ എത്ര പേർ പറയുന്നു സ്തോത്രം ഞാൻ മനഃപൂർവ്വമായി അത് ദൈവത്തിലും അവന്റെ വചനത്തിലേക്കും സമർപ്പിക്കുക. Amen. Among us, how many of us want to tell whatever I have been crying for, I want to give into the hand of the word and of his grace. കുഞ്ഞിന്റെ ഭാവിയെ പറ്റി കരഞ്ഞവർ ഇന്ന് രാവിലെ വചനം കേൾക്കുന്നില്ലേ? Here, those who cried for your children, are you not listening to the word of God? ആമേൻ. ജോലിയെ പറ്റി കരഞ്ഞവർ ദൈവവചനം കേൾക്കുന്നില്ലേ? Those who cried for the work, are you not listening to the word of God? ആമേൻ. ഭവനം വേണമെന്ന് കരഞ്ഞവർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നില്ലേ? Those who cried for a house, are you not listening to the word of God? ആമേൻ. തലമുറ വേണമെന്ന് കരഞ്ഞവർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നില്ലേ? I should have an issue. How many of us have cried? കുടുംബത്തിന് സമാധാനത്തിന് വേണ്ടി കരഞ്ഞവർ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്നില്ലേ? This word is being heard to many who had been crying for a peace in the family. ആമേൻ സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഭാവി അവരുടെ കല്യാണ വിഷയങ്ങൾക്ക് വേണ്ടി ആമേൻ സ്തോത്രം രാത്രിയും പകലും ഉപവസിക്കുന്നവർ ഈ വചനം കേൾക്കുന്നില്ലേ? This word is being heard by many who had cried for their children and for the marriage of the settlement. അങ്ങനെയെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ പറയാം, പൗലോസ് ചെയ്തതോ ആമേൻ സ്തോത്രം ദൈവത്തിലും അവന്റെ വചനത്തിന്റെ കൃപയിലും ഈ വിഷയങ്ങളെ സമർപ്പിക്കുവാൻ എത്ര പേർ ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്നു? അങ്ങനെയെങ്കിൽ ഞാൻ പറയാം, ദൈവം ഇന്ന് നിന്റെ വിഷയത്തിൽ ഇടപെടും. How many of us are willing to give ourselves to the word and his grace? ആമേൻ സ്തോത്രം. ഈ വിഷയങ്ങളെ ദൈവത്തിന്റെ കരത്തിലും ആമേൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം അവൻ ഇടപെടുവാൻ ശക്തനായ ദൈവമാണ്. If you give all your burden to the word and his grace, he is strong enough to carry you. ശബ്ദത്തെ ഉയർത്തി വിളിച്ചു പറഞ്ഞാട്ടെ, കൃപ. Shout and say grace. എല്ലാ ശബ്ദത്തെ ഉയർത്തി വീണ്ടും ഒരു പ്രാവശ്യം വിളിച്ചു പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ കൃപ. And the grace of the Lord. ഇന്ന് വരെ ഞാൻ ചുമന്നത് ഇനി മുതൽ ചുമക്കുന്നത് ദൈവത്തിന്റെ കൃപ. Whatever I have been carrying now, grace of the Lord will carry. ഇന്ന് വരെ ഞാൻ ഭാരപ്പെട്ടത് ഇനിയും ഞാൻ ഭാരപ്പെടുന്നില്ല, ദൈവത്തിന്റെ കൃപയാണ് ഇനിയും എന്നെ നയിക്കാൻ പോകുന്നത്. Whatever I have been burdened of, from here on the grace of the Lord will carry it. സ്തോത്രം. ഇത്രയും പറഞ്ഞിട്ട് ആമേൻ സ്തോത്രം പൗലോസ് പിന്നെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. After this, let us come to Ephesians chapter 1 verse 1. സ്തോത്രം. 10 മിനിറ്റ് എടുക്കാം. പക്ഷെങ്കിൽ പ്രൈസ് ദി ലോർഡ് ഈ വചനം ഒന്ന് ആമേൻ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയാണ്. വായിച്ചാട്ടെ. ദൈവ ഇഷ്ടത്താൽ യേശുവിന്റെ അപ്പോസ്തലൻ ദൈവ ഇഷ്ടത്താൽ By the will of God. പ്രൈസ് ദി ലോർഡ്. the will of God. Amen. ദൈവ ഇഷ്ടത്താൽ
സ്തോത്രം. ഈ വില്ലിന്റെ ശക്തിയാണ് ഇന്ന് പോയി കാലം സ്തോത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. I just want to emphasize on this will of God. സ്തോത്രം. ഞാൻ പല രോഗികളെ കണ്ടിട്ടുണ്ട്. I've seen many patients. ആ ദൈവമായിട്ട് ഒരു ബന്ധമില്ലാത്ത രോഗികൾ. I have seen sick people who have no relation with God. ക്യാൻസർ ബാധിച്ച അകത്തെല്ലാം ഉള്ളത് നഷ്ടപ്പെട്ട രോഗികൾ. I've seen cancer patient who has lost everything inside. ഡോക്ടേഴ്സ് വന്ന് എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞ് പറയും 3 ആഴ്ച മാത്രമേ ഉള്ളൂ. ആമേൻ സ്തോത്രം. ചെയ്തെടുക്കേണ്ടതെല്ലാം ചെയ്തെടുത്തോ എന്ന് വിളിച്ചു പറഞ്ഞ് കൂട്ടുകാരും ബന്ധക്കാരും ചർച്ചക്കാരോടെല്ലാം അറിയിച്ചോ എന്ന് പറഞ്ഞ് എല്ലാവരും കാത്തിരിക്കുന്നവർ. Cancer patient to whom the doctor has given a time as 3 weeks and asked to call everybody so that they can have a last look at him. 3 ആഴ്ച കഴിഞ്ഞിട്ട് 8 ആഴ്ച കഴിഞ്ഞിട്ട് സ്തോത്രം ഈ അപ്പച്ചന് ഒരു വിഷയവും നടക്കുന്നില്ല, സുഖമായിട്ടിരിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഒരു വില്ലുണ്ട്. After 3 weeks, after 8 weeks, also this father is healthy because he has the will of God. ഒരു ദൈവമായിട്ടൊരു ബന്ധമില്ലാത്ത വ്യക്തിയുടെ വില്ല് ആമേൻ സ്തോത്രം ഇത്രത്തോളം ആ മനുഷ്യന്റെ ആയുസ്സിനെ ആമേൻ സ്തോത്രം പിടിച്ചു നിർത്താൻ കഴിവുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വിൽ, ദൈവത്തിന്റെ ഹിതത്തിന്റെ ശക്തി എത്ര പേരും അറിയുന്നു ഇന്ന് ഒരു കാലം. One man who did not have any connection with God is living because of his willpower. And then what about the will of God? സ്തോത്രം. ദൈവത്തിന്റെ ഹിതത്തിന്റെ ബലം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം ഒരു മനുഷ്യന്റെ ആമേൻ സ്തോത്രം വില്ലിനെക്കാട്ടിലും അപ്പുറമാ. അത് ഇല്ലായ്മകളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാ. The will of God is something which works in the place where there is nothing. ആമേൻ സ്തോത്രം. കഴിവില്ല എങ്കിലും പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ ആമേൻ അതിന് ശക്തിയുണ്ട്. You may not be able, but the will of God will give you the ability. അത് എഡ്യൂക്കേഷന്റെ ഇന്നബിലിറ്റിക്കാട്ടിലും അപ്പുറമായിട്ട് പ്രവർത്തിക്കാൻ ശക്തനാണ്. Educationally you may be not a capable person, but the capability of God comes into the will of God. ദൈവഹിതം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് സ്തോത്രം ആമേൻ അസാധ്യങ്ങളുടെ ഒരു വലിയ ആമേൻ സ്തോത്രം നിരന്നിരുന്നാലും പർവ്വതങ്ങൾ നിരന്നിരുന്നാലും സ്തോത്രം അതിനെ പൊടിച്ച് അതിന്റെ അപ്പുറത്തെത്തുന്നതാണ് ദൈവത്തിന്റെ ഹിതത്തിന്റെ ശക്തി. If there is a will of God, it can enter even a wall which is around you, which says nothing will happen. ഈ ദൈവത്തിന്റെ ഹിതത്താൽ ഒരു കാരണവശാലും രക്ഷിക്കപ്പെടുവാൻ ഒരു നിവൃത്തിയുമില്ലാഞ്ഞ പൗലോസ് പറയാണ് സ്തോത്രം ഈ ദൈവത്തിന്റെ ഹിതത്താൽ ആമേൻ സ്തോത്രം ഞാൻ ക്രിസ്തുയേശുവിന്റെ ഒരു അപ്പോസ്തലൻ. That's why Paul is telling, who had no chance of receiving the salvation of Jesus Christ, is telling, but because of the will of God, today I am an apostle. സ്തോത്രം. ആ ദൈവത്തിന്റെ ഹിതം മാത്രമാണ് ആമേൻ സ്തോത്രം ഞാനായിരിക്കുന്ന സ്ഥാനത്ത് എന്നെ നിർത്തിയിരിക്കുന്നത്. That will of God alone is making me stand in the place where I am now. Praise the Lord. ഞാൻ മുമ്പോട്ട് പോവുകയാ. അത് കഴിഞ്ഞിട്ട് വായിച്ചാട്ടെ. Let's read further. ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും നോക്കണം വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളും ആയവർക്ക് സ്തോത്രം ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായിട്ടുള്ളവർ. അപ്പം വിശുദ്ധന്മാർ വിശ്വാസികളല്ലേ? വിശ്വാസികൾ വിശുദ്ധന്മാരല്ലേ? Praise the Lord. സ്തോത്രം. ഇവര് തമ്മിൽ 2 വ്യത്യാസങ്ങളുണ്ട്. അതോടൊന്ന് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. There is a difference between a saint and a believer. സ്തോത്രം. വിശ്വാസികൾ ആമേൻ സ്തോത്രം വിശുദ്ധന്മാരെക്കാട്ടിലും അടുത്ത ഒരു ലെവലാണെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. The word of God says there is a separate position to a believer. സ്തോത്രം. ക്രിസ്തുയേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം ഏറ്റവും വലിയ പാപം ചെയ്ത വ്യക്തിയും അവൻ വിശുദ്ധനായി മാറി. How much ever a sinner, but when he is washed by the blood of Jesus Christ and the word, he becomes a believer, a sanctified person. He becomes a saint. ആ വ്യക്തി ഒരു വിശുദ്ധനായി മാറി. He becomes a saint. പക്ഷെ വിശുദ്ധന്മാർ വിശ്വാസികളാകണമെന്നില്ല.
but the saint, not necessary they should be a believer. സ്തോത്രം വിശ്വാസികളാകണമെങ്കിൽ ആമേൻ സ്തോത്രം ചില തീച്ചൂളുകളുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയി, ചില ആമേൻ സ്തോത്രം കല്ലേറുകൾ കടന്നുപോയി, ആമേൻ സ്തോത്രം ജീവിതത്തിൽ ആമേൻ നിരാശകളും പ്രതിസന്ധികളും ആമേൻ ആമേൻ കല്ലേറും എല്ലാം വരുമ്പോൾ സ്തോത്രം ആമേൻ വിശ്വാസത്തോട് പിടിച്ചു നിന്ന വിശ്വാസി. Who is a believer? Believer is one who undergoes many trials, a fiery situation, and he stands in the faith. പൗലോസിന് അറിയാം സഭയ്ക്കകത്ത് ഇത് രണ്ടും ഉണ്ട്. Paul apostle knows both these categories are in the church. അതുകൊണ്ട് എഫെസ്യ സഭയോട് എഴുതിയിരിക്കുന്ന ദൂതനകത്ത് എഴുതിയിരിക്കുന്നു, ഭക്തന്മാരും അല്ലെങ്കിൽ വിശുദ്ധന്മാരും ഉണ്ടല്ലോ, വിശ്വാസികളും ഉണ്ടല്ലോ. ആമേൻ സ്തോത്രം നിങ്ങളോടാ ഞാൻ പറയുന്നത്. That's why Paul apostle says, I am writing to the saints as well as the believers. മുമ്പോട്ട് പോകട്ടെ. Let me go forward. ആമേൻ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വിഷയമുണ്ട്. After that Paul apostle says, ആമേൻ സ്തോത്രം. വായിച്ചാട്ടെ അതിന്റെ അടുത്ത വാക്യം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വീണ്ടും വിളിച്ചു പറഞ്ഞാട്ടെ ആ വാക്ക് കൃപ. Kruba. ഉറക്കെ ശബ്ദം ഉയർത്തി വിളിച്ചു പറഞ്ഞാട്ടെ Hallelujah. ആ കൃപ എന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. Yes, the grace of God. സ്തോത്രം. ഈ രണ്ട് കാറ്റഗറി ആയിട്ടുള്ള ജനങ്ങൾക്കും പൗലോസ് പറയുന്നു സ്തോത്രം നിങ്ങൾക്ക് ആമേൻ സ്തോത്രം കൃപയുണ്ടാകട്ടെ. To both the saints and believers, Paul apostle says, let you have the grace of God. സ്തോത്രം. ഈ കൃപ എന്ന് പറഞ്ഞാൽ എന്തുവാ? What is this grace? സ്തോത്രം. ലഭിക്കുവാൻ ഒരു അർഹതയും ഇല്ലാത്ത സമയത്ത് ലഭിച്ചതാ കൃപ. ആമേൻ സ്തോത്രം. എന്നാൽ ഈ പറഞ്ഞതിനെക്കാട്ടിലും വലിയ ആഴമേറിയ ഒരു വാക്കാ. ആമേൻ സ്തോത്രം. 5 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ഇതൊന്നും വർണ്ണിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുക. This grace is something which we don't have the entitlement to get it, but it is more than that. Unmerited favor of God. സ്തോത്രം. നമുക്ക് പ്രാപിക്കാൻ ഒരു അർഹതയും ഇല്ല, ആ സമയത്ത് കിട്ടിയതാണ് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. When there is no chance for us receiving anything, the unmerited favor of God does it for us. സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആമേൻ സ്തോത്രം പെട്ടെന്ന് ദൈവം തമ്പുരാൻ നിന്ന് ചിരിക്കുന്നത് ഒരു കൃപയാ. പക്ഷെങ്കിൽ അതിനപ്പുറമായിട്ടും ഈ കൃപയ്ക്ക് അർത്ഥമുണ്ട്. The grace of God can be when we are going through a trial, some situation, God is standing there and giving a good smile. എന്റെ പെൺകൊച്ച് എന്റെ അടുത്ത് വന്നു. My daughter came to me and said എന്നോട് ഇങ്ങനെ പറഞ്ഞു, and she said, റോഷിയുടെ കയ്യിലുള്ള ടാബ് കേടായി. she told the tab which Roshi has, it has gone off. അതുകൊണ്ട് അവൻ എന്റെ മൊബൈൽ വെച്ചോണ് എപ്പോഴും കളിക്കുന്നത്. That's why he is using the mobile which I used to use. അതുകൊണ്ട് എനിക്ക് പൂർണ്ണ സമയത്തും ഈ മൊബൈൽ കൊണ്ട് കളിക്കാൻ പറ്റുന്നില്ല. So I am not able to play full time with the mobile. ഞാൻ കാണണമെന്ന് താല്പര്യപ്പെട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതെല്ലാം അവൻ ഓഫ് ചെയ്യും. Whatever I want to see, he is switching it off. അങ്ങനെ ഒരു നിരയെ ആയിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവൾ എന്റെ അടുത്ത് വന്നു. She came with a list of problems which she is facing. ഞാൻ ഒരു സൈഡേ തിരിയാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ ഇങ്ങനെ നോക്കിയപ്പോൾ അവളുടെ രണ്ട് കണ്ണിൽ കൂടെ കണ്ണുനീരാ. I couldn't turn myself, but through my twisted eye, I could see the tears rolling. ഞാൻ അവളുടെ മുഖത്തോട്ട് നോക്കി ഒന്ന് ചിരിച്ചു. I just smiled at her. ആമേൻ സ്തോത്രം. ആ ചിരി മതിയായിരുന്നു. അവൾ ആശ്വാസത്തോട് കടന്നുപോയി. That small smile was enough for her. She went away from there. വേറെ ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല. I didn't say anything. ആമേൻ സ്തോത്രം. ഈ വചനത്തിന് വേണ്ടി ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ വന്നു, എത്ര പ്രാവശ്യം നീറുന്ന വിഷയങ്ങളുമായി എന്റെ അപ്പച്ചന്റെ പാദപീഠത്തിൽ ഞാൻ ചെന്നപ്പോൾ സ്തോത്രം അവൻ ചിരിച്ചു കാണിച്ചു. ആമേൻ സ്തോത്രം. അവന്റെ ചിരി ഒന്ന് കണ്ടപ്പോഴത്തേക്ക് എന്റെ വിഷയങ്ങൾ കുന്നുകൂടി ഉണ്ടായിരുന്ന ഭാരങ്ങൾ ആമേൻ സ്തോത്രം എല്ലാം മെഴുകുതിരി പോലെ ആമേൻ സ്തോത്രം ഉരുകിപ്പോയി. Many a times we go to God with lot of our problems and we keep on saying, but our God gives a small smile and then we realize, oh, these problems are nothing. അതാ ഈ കൃപ എന്ന് പറയുന്നത്. That is the grace of God. എന്നാൽ അതിനെക്കാട്ടിലും ഈ കൃപയ്ക്ക് തീഷ്ണതയുണ്ട്. കാരണം ഇത് കത്തിക്കാൻ ശക്തിയുള്ളതാ. തളർന്നു പോകുമ്പോൾ സ്തോത്രം ഇത് ഉയർത്താൻ ശക്തിയുള്ളതാ. ആമേൻ സ്തോത്രം. മതി എന്ന് വിചാരിക്കുമ്പോൾ ഇത് ജീവൻ തരുന്നതാ. ആമേൻ സ്തോത്രം. നടക്കത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഒരു ആമേൻ സ്തോത്രം ആറ്റം ബം പോലെ ആമേൻ സ്തോത്രം വീണ്ടും ജീവത്തെ ഉയർത്തുവാനുള്ളത് ഈ കൃപയ്ക്കകത്ത് കടന്നു ഇരിപ്പുണ്ട്. This grace is not
just the smile of God, but it can ignite an energy into us. സ്തോത്രം. അത് പൗലോസ് നല്ലപോലെ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാ. And Paul has experienced all of this. ആമേൻ. സ്തോത്രം. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നാ എഴുതിയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഈ ജഡത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടൊന്ന് മാറ്റി തരണമേ എന്ന്. That's why word of God clearly says that he prayed 3 times so that the pain that he is undergoing, the thorn which is in his flesh, will be removed. സ്തോത്രം. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം ദൈവം മിണ്ടിയില്ല. ആമേൻ. സ്തോത്രം. പിന്നെ പറഞ്ഞു നിനക്ക് എന്റെ കൃപ മതി. And every time he prayed, God just gave a smile and said, the grace of mine is sufficient for you. സ്തോത്രം. നിനക്ക് എന്റെ കൃപ മതി. My grace is sufficient for you. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട് കൂട്ടിനവനെന്നും കൂടെയുണ്ട് കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട് കൂട്ടിനവനെന്നും കൂടെയുണ്ട് ഉയിരിൽ താഴ്വരെ കൂടെയുണ്ട് കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട് ഉയിരിൽ താഴ്വരെ കൂടെയുണ്ട് കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്നുര ചെയ്യ